ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് ക്രാബ് കിട്ടി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇന്നൊരു വളരെ ഈസി ആയിട്ടുള്ളതും വളരെ സിമ്പിളുമായിട്ടുള്ള ഒരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കി കാണിക്കാം. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും എല്ലാം ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇത് ചെയ്ത് കാണിക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. ഇതുവരെ എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ക്രാബ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ക്രാബ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവനുള്ള ക്രാബ് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചത്തുപോയി കഴിഞ്ഞ് ഈ ക്രാബുകളൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ദശയൊക്കെ വെള്ളമായിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നീട് ചെയ്യേണ്ടത് ഈ ക്രാബിനെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലീൻ ചെയ്യാനായിട്ട് ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ കാലുകളൊക്കെ ഒടിച്ചിട്ട് ക്ലീൻ ചെയ്യാം. പക്ഷേ അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നല്ലതായിട്ട് തിളച്ച ചൂടുവെള്ളത്തിലേക്ക് ഒരു 2-3 മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ദശയൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. പിന്നീട് നമുക്കെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഈ ക്രാബിനെ ചൂടുവെള്ളത്തിലേക്ക് ഒന്നിടാം. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതും 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ ക്രാബിനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഒന്ന് ഓഫ് ചെയ്യാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്രാബെല്ലാം എടുത്ത് ക്ലീൻ ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനകത്ത് വെള്ളം അങ്ങ് കളയാം. ഇനി നമുക്ക് ക്രാബ് ക്ലീൻ ചെയ്തെടുക്കാം. ക്രാബ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ക്രാബ് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ കാലുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് കാലുകൾ വേണമെങ്കിൽ ഒടിച്ച് വേണമെങ്കിലും മാറ്റാം. പക്ഷേ ഒടിച്ച് മാറ്റുമ്പോഴത്തേക്ക് അതിനകത്ത് ദശയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്നിട്ട് ക്രാബിൻ്റെ പുറകു വശത്ത് ഇതുപോലൊരു വി പോലൊരു ഒരു ചിഹ്നം കാണുന്നില്ലേ? എന്നിട്ട് ഇത് അതിൻ്റെ ലോക്കാണ്. ഇത് പതുക്കെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇങ്ങനെ മാറ്റുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ഇത് രണ്ടും കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇത് വേണ്ട, നമുക്ക് കളഞ്ഞേക്കുക. ഇത് അതിൻ്റെ ഫിൽറ്റർ നമ്മൾ മുഴുവൻ എടുത്ത് കളയണം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്ത് ചിലപ്പോൾ ഒരു ഓറഞ്ച് കളറിലെ ഒരു ടിഷ്യൂ പോലുള്ള ഒരു സാധനം കാണും, പനിഞ്ഞിൽ പോലൊക്കെ ഇരിക്കുന്നത്. അതൊരിക്കലും കളയരുത്. അത് ക്രാബിൻ്റെ പൊല്ലെന്ന് പറയുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഫിൽറ്ററാണ്. ഈ ഫിൽറ്ററെല്ലാം എടുത്ത് കളയുക. ഇതെല്ലാം കളയണം. എന്നിട്ട് നല്ലതായിട്ട് കഴുകിയിട്ട് ബ്രഷ് ഉപയോഗിച്ച് കഴുകണം. ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് എടുത്ത്, ഞാനൊരു ബ്രഷ് ഇതിനായിട്ട് വെച്ചിട്ടുണ്ട്, അത് വെച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിനകത്ത് മണ്ണും പൊടിയും ചെളിയൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടാനാണ് ഇങ്ങനെ ബ്രഷ് വെച്ച് കഴുകുന്നത്. അപ്പം നല്ലതായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് കഴുകി മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ കാലുകളൊക്കെ എടുത്ത് നല്ലതായിട്ട് കഴുകി മാറ്റി വെക്കുക.
ഇനി നമുക്ക് അതിൻ്റെ കത്രിക പോലിരിക്കുന്ന ഈ കൊമ്പ് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാം. അതും ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നല്ലതായിട്ട് കഴുകി എടുക്കുക. ഇതുപോലെ ഉരച്ച് കഴുകുക. ഇതുപോലെ ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. പലരും ഈ ക്രാബൊക്കെ വാങ്ങിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് പലർക്കും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അറിയത്തില്ല. ആദ്യം ഇതിൻ്റെ കാലുകളെല്ലാം മുറിച്ച് മാറ്റുക. എന്നിട്ട് ഈ ലോക്ക് പതുക്കെ ഇളക്കി മാറ്റണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഒന്ന് ഒരല്പം പ്രഷർ കൊടുത്ത് ഒന്ന് വലിച്ചു മാറ്റുക. ഈ മഞ്ഞ പോലിരിക്കുന്ന ഒന്നും നമുക്ക് വേണ്ട, അതെല്ലാം അങ്ങ് എടുത്ത് കളയണം. ഓറഞ്ച് പോലിരിക്കുന്നതാണ് കളറിലിരിക്കുന്നതാണ് അതിൻ്റെ പൊന്നെന്ന് പറയുന്നത്, അതിൻ്റെ ഫിൽറ്റർ, അതെല്ലാം മാറ്റിക്കളയുക. എന്നിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതായിട്ട് കഴുകുക, ഉരച്ച് കഴുകുക. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കൊമ്പ് പോലിരിക്കുന്ന കത്രിക പോലുള്ളതും നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനകത്തുമൊക്കെ മണ്ണുണ്ട്, അത് നല്ലതായിട്ട് ഉരച്ച് കഴുകണം. അങ്ങനെ നമ്മൾ ഈ ക്രാബെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്രാബ് ക്ലീൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവരെല്ലാം കണ്ടല്ലോ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നല്ലൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ കാണിക്കാം. നിങ്ങൾ കണ്ടതാണല്ലോ, ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ഒരു ഏകദേശം വലിപ്പമുള്ള ഒരു 5 ക്രാബ്. അതിനുവേണ്ടി സാധനങ്ങൾ നിങ്ങളെ ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ഇവിടെ ഒരു 2 സവാള, മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു 10 ചുവന്നുള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതുപോലെ വലിപ്പമുള്ള ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ 1-2 പച്ചമുളക്, ഒരു ബേ ലീഫ്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിയിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അല്പം എരിവുള്ള മുളക് പൊടിയും ഇതിനകത്തുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ടത് ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, ഒരു 3 ഗ്രാമ്പു, 2 ഏലക്ക, അതുപോലെ 1/2 ടീസ്പൂൺ കസ്കസ്. ഇത്രയും സാധനങ്ങൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ കടുകും. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ മസാല നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മസാലകൾ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം. ഒന്ന് കരിഞ്ഞൊന്നും പോകരുത്, ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതി. ഇത്രയും മതി, നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ സെയിം കടായിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്നത് ഞാനിത് ചതച്ചെടുത്താണ്. അതും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിക്കാം. പിന്നെ വെള്ളമയമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരല്പം നേരം മതി, അധികം നേരമൊന്നും ഇടണ്ട.
ഇനി നമുക്ക് സവാള ചേർക്കാം. ഇതിനകത്ത് സവാളയും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. ഓയിലൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനകത്ത് ഒഴിക്കാം. കുറച്ചുകൂടെ ഓയിൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അല്പം ഓയിലും കൂടെ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഉള്ളി നല്ലതായിട്ട് മൂത്ത് വരണം. ഈ ബേ ലീഫും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക. തീ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ഇതുപോലുള്ള മസാലകൾ നമ്മൾ ചേർക്കുമ്പോൾ തീ എപ്പോഴും കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ മസാലകളൊന്നും കരിഞ്ഞു പോരുത്. ഒരു 1 മിനിറ്റോളം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ക്രാബ് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കുക. ഈ ക്രാബിൻ്റെ ഈ കത്രിക പോലുള്ള ഈ കട്ടിയുള്ള കൈയൊക്കെ ഉണ്ടല്ലോ, അത് ഈ പിച്ചാത്തി കൊണ്ട് അത് തട്ടിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തേക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഈ മസാലയും എല്ലാം ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ നമുക്ക് കുറച്ച് അല്പം വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കാം. മീഡിയം തീയിലേ ഇട്ട് കൊടുക്കാവുള്ളൂ, കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ അവരവരുടെ ആവശ്യത്തിന്, ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നേ ഉള്ളൂ. എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തോണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. ഒന്നുകിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാനായിട്ട് വെച്ചാലും മതി. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നേരത്തെ പൊടിച്ച് വെച്ച മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 12 മിനിറ്റോ 15 മിനിറ്റിനകം ഇത് വെന്ത് കിട്ടും. മീഡിയം തീ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന്
തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് അടച്ചങ്ങ് വെക്കുക. പിന്നീട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്യുക. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ക്രാബ് ക്ലീൻ ചെയ്തതെന്നും അതുപോലെ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കിയതെന്നും. ഞാൻ ഇന്നിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പലരും ഈ ക്രാബ് റോസ്റ്റ് അല്ലെങ്കിൽ ക്രാബ് കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാത്തതിൻ്റെ കാരണം പലർക്കും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അറിയില്ല. അതുകൊണ്ട് അവരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാനിന്ന് ക്രാബ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം ഈ ക്രാബ് റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഈ ക്രാബ് റോസ്റ്റിൽ വളരെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. ഇനി ഒരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.